ഹലോ നമസ്കാരം, ഞാൻ മിലൻ പെപ്പെ എന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഗൈസ്, അപ്പം നമ്മൾ ഇന്നൊരു ചെറിയ വ്ളോഗായിരിക്കും മാക്സിമം വരാൻ ചാൻസ് ഉള്ളത്. കാര്യം നമ്മുടെ അലോയ് പെയിന്റ് അടിക്കുന്നത്, അതോടൊപ്പം തന്നെ നമ്മുടെ ഡാഷ് പെയിന്റ് അടിക്കുന്നതിൻ്റെയൊക്കെ ചെറിയൊരു വീഡിയോ, അതോടൊപ്പം തന്നെ നമ്മുടെ വണ്ടിക്കകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയതായിട്ടുള്ള ചെറിയ സംഭവങ്ങൾ മാത്രമേ സാധിക്കത്തുള്ളൂ. കാര്യം ഇന്ന് വർക്ക്ഷോപ്പിൽ കയറ്റാമെന്ന് വിചാരിച്ചാൽ പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത് വിട്ടേക്ക്. അപ്പം നമുക്ക് എന്തായാലും ഇന്ന് നടക്കുന്ന പണികൾ, ഫസ്റ്റത്തെ ഒരു പണി ഇതാണ്. ഇപ്പം വിളിച്ച് ചോദിച്ചപ്പോൾ ഓക്കെ കൊണ്ടുവന്ന് നമുക്ക് അടിച്ചുതരാമെന്ന് പറഞ്ഞ്, വേറെ പണിയിലാണ് എന്നാലും ഷൗക്കത്തേക്ക് അടിച്ചുതരാമെന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്കിതെന്തായാലും കൊണ്ട് അതങ്ങ് ഫിനിഷ് ചെയ്ത് നമുക്ക് വണ്ടിക്കകത്ത് കയറ്റാം. കാര്യം വണ്ടിക്കകത്ത് ഒരുപാട് വൃത്തികേടാണ് നമ്മൾ ഡാഷ് ഇല്ലാതിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു ബോറാണ്. അപ്പോൾ എന്തായാലും നമുക്കിതുകൊണ്ട് അടിച്ച് ക്ലിയറാക്കി തിരിച്ച് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, ഉറപ്പ് ഇപ്പോഴും പറയുന്നില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അതും കൂടെ ചെയ്തിട്ട് ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കാം. എന്തായാലും നമുക്കിനി നേരെ നമ്മുടെ സൈറ്റിലേക്ക് പോയി പെയിൻറ്റ് അടിക്കുന്നതിൻ്റെ പരിപാടികളൊക്കെ കാണാം. ഗൈസ്, അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് ഷെഡിലോട്ട് വന്നിട്ടുണ്ട്. അതായത് ഇപ്പം വേറൊരു പെയിൻറ്റിങ് ഷെഡിൽ സംഭവം നിൽക്കണം. മുടിയൻ അപ്പോൾ ഷൗക്കത്തൊക്കെ നേരത്തെ വന്നിട്ട് വണ്ടി കണ്ട നമ്മുടെ അലോയ് കണ്ടിട്ട് പറഞ്ഞത് ആ പെയിൻറ്റ് അടിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ പെയിൻറ്റ് അടിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ മാത്രം മതി. എന്നാൽ പെയിൻറ്റ് അടിക്കേണ്ട കാര്യം എനിക്കും തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അങ്ങ് പ്ലേസ് ചെയ്താലോ എന്ന് ആലോചിക്കുക. പക്ഷേ നമ്മുടെ ഡാഷ് തീർച്ചയായിട്ടും നമുക്ക് പെയിൻറ്റ് അടിക്കണം. അപ്പം ഡാഷ് എന്തായാലും നമുക്കൊന്ന് പെയിൻറ്റ് അടിച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അതിന് വേണ്ടിയൊന്നുമില്ല, നമുക്ക് പെയിൻറ്റ് അടിച്ച് വൃത്തിയാക്കി എടുത്തിട്ട് അൽനൈഫിൽ കയറ്റി ഫുള്ളും അങ്ങ് സ്ക്രൂ ചെയ്ത് മുറുക്കിയേക്കാം. പിന്നത്തേക്ക് ഇതിന് വെച്ചിട്ട് കാര്യമില്ല, ഒന്നാമത്തെ കാര്യം അത് തന്നെ. പക്ഷേ പണികളൊന്നും അങ്ങോട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങോട്ട് മുന്നോട്ട് പോകണില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതങ്ങനെ തന്നെ, നമ്മുടെ വണ്ടിപ്പണികൾ എപ്പോഴും അങ്ങനെ തന്നെ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. ഞാൻ ഈ ആഴ്ച എങ്ങനെയെങ്കിലും വണ്ടിപ്പണി തീർക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നോക്കട്ടെ, പറ്റുന്നിടത്തോളം നമുക്ക് നേരത്തെ തന്നെ തീർക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നാളെ പണിയുണ്ട്. നാളെ ഓൾറെഡി സെറ്റാണ്. നമ്മുടെ റൂഫിൻ്റെ സൈഡ് റെക്സിനൊക്കെ മറയ്ക്കുന്നതിൻ്റെ കാര്യം സെറ്റാണ്. അപ്പോൾ നാളത്തേക്ക് ഡണ്ണാണ്. ഗൈസ്, ഈ ബെൻസ് ഞാൻ കണ്ടപ്പോൾ, അതായത് നിങ്ങൾക്ക് നമ്മുടെ ഈ ചർച്ചയായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ടോപ്പിക്കാണിത്, ഈ ബെൻസ് അല്ലേ. പക്ഷേ ഇതിനകത്ത് ഒരു ടെക്നിക്ക് എനിക്ക് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് വാൻ ലൈഫ് ചെയ്യുന്ന എല്ലാവർക്കും, അതായത് നമ്മൾ വാൻ ലൈഫ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നല്ല ആപ്ലിക്കബിൾ ആയിട്ട് ഉള്ളൊരു ടെക്നിക്കാണ് സംഭവം. വേറെ ഒന്നുമല്ല, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സംഭവം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. ഒന്ന് താത്ത് കാണിച്ചാടാ, ഒന്ന് താത്ത് കാണിച്ചേ. ഫുള്ള് താത്താണെങ്കിൽ കണ്ടാ, അതൊരു ടെൻഷനുണ്ട് ഇതിനകത്ത്. ഓൾറെഡി ടെൻഷനുണ്ട്. അത് താഴെ പൊങ്ങി കൊടുക്കും, താഴെ താന്ന് കൊടുക്കും. ചെറിയൊരു ഫോഴ്സ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ചെറിയ ഫോഴ്സ് കൊടുത്താൽ. എന്നിട്ട് ഒരു ലോക്കും കൂടെ ഉണ്ട്. ആ ലോക്കും കൂടെ മാറ്റടാ. ഈ ലോക്കും കൂടെ മാറ്റി കഴിഞ്ഞാൽ നോക്കെ ഫുള്ള് നമുക്ക് 90 അടിച്ച് നിർത്താം. 90 അടിച്ച ഓക്കെ. വണ്ടിയുടെ ഇതോ ബോണറ്റ് ഒക്കെ 90 അടിച്ച് നിർത്താം. അപ്പോൾ ഇതെന്തിനാ ഇപ്പം കാണിച്ചതെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. സംഭവം വേറെ ഒന്നുമില്ല. ഈ ഒരു ടെക്നിക്ക് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പോപ്പപ്പ് പ്രൂഫ്, അതായത് വൺ സൈഡ് ഫിക്സ്ഡ് ആയിട്ടുള്ള പോപ്പപ്പ് പ്രൂഫ് അടിപൊളിയായിട്ട് ഇതിനകത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഒരു സൈഡ്, അതായത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധാ റൂഫ്, അത് ഒരു സൈഡിലോട്ട് ഇങ്ങനെ പൊക്കി നമ്മൾ നിർത്തത്തില്ലേ. പുറത്ത് വിദേശ വണ്ടികളിൽ പോപ്പപ്പ് പ്രൂഫ് എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ ബാക്കിൽ കൊടുക്കാൻ പറ്റിയതായിട്ടുള്ള ഒരു അടിപൊളി ടെക്നിക്ക് സാധനമാണ് ഇതിനകത്ത് ഈ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു സാധനം അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന്, ഈ വണ്ടി ബെൻസിൻ്റെ ഏത് മോഡലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഇതിൻ്റെ ഈ ബോണറ്റിൻ്റെ ടെക്നിക്ക് അടിപൊളിയായിട്ട് നമുക്കൊരു പോപ്പപ്പ് പ്രൂഫ് ഉണ്ടാക്കാൻ വേണ്ടി ബാക്കിലത്തെ ആ ഒരു ചെറിയ സെറ്റ് മാത്രം ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ പല വണ്ടികളിലുള്ള സംഭവങ്ങൾ നമ്മളൊന്ന് അനാലിസിസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ക്രിയേറ്റീവായിട്ട് നമ്മുടെ ഇവിടുത്തെ വണ്ടികളിൽ തന്നെ MVD വലുതായിട്ട് സീനില്ലാത്ത രീതി, അല്ലെങ്കിൽ വണ്ടിയുടെ റൂഫ് പോപ്പപ്പ് ആണെന്ന് പോലും മനസ്സിലാക്കാത്ത രീതി നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ ഫൈനലി പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചു. ഇനി ഒരു പോപ്പപ്പ് പ്രൂഫ് ആരെങ്കിലും ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സംഭവം ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും ഇനി ബാക്കി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ തിരിച്ചു പോകാം അല്ലേ. ഇതപ്പോൾ നമുക്ക് തേച്ച് റെഡിയാക്കുന്ന സമയം കൊണ്ട് ഞാൻ പോയി പെയിൻറ്റ് മേടിച്ചു. പെയിൻറ്റ് എന്തോ മേടിക്കണ്ട, അതും കൂടെ പറഞ്ഞേ. 50 ml ആണോ? 50 ml. പ്ലാസ്റ്റിക് 50, വലിയ പൈസ ഒന്നും ആവത്തില്ല, 64 അങ്ങനെ ആവത്തില്ല. ശരി. പിന്നെ ബ്ലാക്ക് എടുത്തോണ്ടെങ്കിൽ പോരും. നമ്മളിരിക്കുന്ന ബ്ലാക്ക് അത് പടത്തേങ്ങ് അടിച്ചു വിടാം അല്ലേ? ഓക്കെ. അതങ്ങളൊക്കെ വിട്ടാ കേട്ടാ. അപ്പോൾ ഓക്കെ, ഞാൻ നേരം പോയേ അതങ്ങ് എടുത്തോണ്ട് വാടാ. അപ്പം നമ്മൾ പ്ലാസ്റ്റിക് പ്രൈമർ മേടിച്ച് ഒരു 50 ml. പ്ലാസ്റ്റിക് പ്രൈമർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മേടിച്ച് വേറെ എന്താണ് സംഭവം. കറക്റ്റ് ഒരു വെള്ള കളർ ലിക്വിഡാണ് പ്ലാസ്റ്റിക് പ്രൈമർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ പഴയ ബ്ലാക്ക് പെയിൻറ്റ്, പിന്നെ അതിന് വേണ്ടുന്ന നല്ല കലക്കാനുള്ള ടിന്നർ, നല്ല കൂടിയ ടിന്നർ, PU ടിന്നർ, പിന്നെ തേക്കാനുള്ള പേപ്പറും. അപ്പോൾ ഇതൊക്കെ വെട്ടിയിരുന്നതാണ്. അപ്പോൾ അതും കൂടെ എടുത്തുകൊണ്ട് വന്ന് ഇനി അതിന് വേണ്ടി പോകാൻ വയ്യാത്തതുകൊണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് തിരിച്ചു വെട്ടി കൊണ്ടുപോകാം. അപ്പോൾ ഇറങ്ങാം. ഹാൻഡ് ബ്രേക്ക് ഇട്ടോടാ. ഓക്കെ. എന്തായി ഷൗക്കത്തേക്കാ? തകർത്ത പോളിഷിങ് ആണല്ലോ. അപ്പോൾ നമ്മുടെ പിള്ളേർ ഇവിടെ ഇരുന്ന് അടിച്ചോണ്ടിരിക്കുക അവന്മാർ.
പിള്ളേരെ നമ്മുടെ അനിയന്മാരെ പിള്ളേർ നമ്മുടെ മുക്കിലുള്ള നമ്മുടെ പിള്ളേർ. എന്താ എവിടുന്ന് ഫ്രീയായിട്ട് കിട്ടിയ കൊള്ളാപ്പാന്നികള് തുടച്ചാണോടാ അടിക്കാനൊന്നും നിക്കണ്ടാ. ഇത് മതിടാ, അതൊക്കെ മതി. വലിയ കൂടുതൽ ആർഭാടമൊന്നും വേണ്ട. കാര്യം കുളിപ്പിച്ച് കുഞ്ഞില്ലാത്ത അവസ്ഥയൊക്കെ ആയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ. കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അടിക്കാം. ബാക്കി നമ്മളെ മറ്റേതും കൂടെ അങ്ങ് അടിച്ചു ചേർത്തിട്ട് നമുക്ക് കൊണ്ട് ഫിറ്റ് ചെയ്ത് ഇന്നത്തെ പരിപാടി അങ്ങ് ഒതുക്കാം അല്ലേ. പ്ലാസ്റ്റിക് പ്രൈമർ ഡയറക്റ്റ് അപ്ലൈ തേച്ച് തുടച്ചാൽ മതിയാ? വേസ്റ്റിനകത്ത് തുടച്ചാൽ അത് കണ്ണി അടിക്കണം. നമ്മുടെ പ്രൈമർ ഒരു സത്യം പറഞ്ഞാൽ പ്രൈമർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു വെള്ള കളർ ലിക്വിഡ് അത് ഫുള്ള് തേച്ച് വെച്ചിട്ടുണ്ട്. അതാണ് പ്ലാസ്റ്റിക് പ്രൈമർ. ഇനി ഇതിനകത്ത് നമ്മൾ പെയിൻറ്റ് ഗണ്ണൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. വേണ്ട നമ്മുടെ സ്വയംഭം ഗണ്ണ് ഇപ്പോൾ ഗണ്ണൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഗണ്ണിനകത്ത് പെയിൻ്റൊക്കെ ഒഴിച്ച് പടപടാന്ന് പറഞ്ഞ് അങ്ങോട്ട് അടിച്ച് മാറ്റിയാൽ മതി. ആ സൗണ്ട് വെക്കലാടാ, സൗണ്ട് വെക്കല്ലേ കേട്ടാ, സൗണ്ട് കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ കോപ്പി റൈറ്റ് ഇഷ്യൂ അടിക്കും. അതാ പ്രശ്നം. കോപ്പി റൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഗോവിന്ദ. അങ്ങനെ നമ്മുടെ പെയിൻ്റൊക്കെ അടിച്ച് ഇട്ടിട്ടുണ്ട്. ആണ്ടാ ഇച്ചിരി ഒന്ന് ഉണങ്ങട്ടെ. സായിപ്പാണെങ്കിൽ നമ്മുടെ പെയിൻ്റ് അടിച്ച് പഠിച്ചേ. അപ്പൊ സംഭവമൊക്കെ ഒന്ന് ഉണങ്ങട്ടെ. ഒരു 10 മിനിറ്റ് കേട്ടിട്ട് ഇവന്മാര് ഭയങ്കര അവന്മാര് ഭയങ്കര വിളിച്ചോണ്ട് വരണ്ടാണെന്ന് തോന്നുന്നു. ആ ഫുള്ള് അളമ്പന്മാര്. എന്തായാലും കുറച്ചു നേരം വീട്ടിൽ ഉണങ്ങിയിട്ട് നമ്മൾ വണ്ടിക്കകത്തോണ്ട് ഫിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ജസ്റ്റ് ഒരു ക്ലിയർ അടിച്ച് വലിച്ച് വൃത്തിയാക്കി നിർത്താമെന്ന് വിചാരിച്ചു. വേറൊന്നും ചെയ്യുന്നില്ല അതിനകത്ത്. ക്ലിയർ ആണോ കുറച്ച് സമയം എടുക്കും കേട്ടോടാ. അങ്ങനെ എല്ലാണത്തിൻ്റെ ഉണക്കാൻ വെച്ചേക്കോ, കുറച്ചു നേരം എടുക്കും ക്ലിയർ അടിച്ചതൊക്കെ ഉണങ്ങാൻ. പിന്നെ കാണുമ്പോഴത്തേക്ക് ഒരുപാട് സെറ്റപ്പായിട്ടൊന്നും നമ്മുടെ ഇതില്ല, ഒരുപാട് വൃത്തിയോടും ഇല്ല. അതുകൊണ്ടാണ് പിന്നെ പെയിൻ്റ് അടിക്കാൻ നിൽക്കാതെ. പിന്നെ അതിന് വേണ്ടി പൈസ കളഞ്ഞ് പെയിൻ്റൊക്കെ മേടിച്ച് വേണ്ട, ഇത്രയും ഭംഗിയൊക്കെ മതി നമുക്ക്. അങ്ങനെ നമ്മുടെ ഷൗക്കത്തിക്കട പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷൗക്കത്തിക്ക പോവാണ്. ടാറ്റാ ടാറ്റാ ടാറ്റാ. അപ്പം നമുക്കിനി അറിയാൻ പോടാ ബാക്കി പോയി പിടിടാ. അല്ലെങ്കിൽ എൻ്റെ ദേഹത്ത് പെയിൻ്റാവും. ഇനി അപ്പോൾ അവൻ്റെ ദേഹത്തല്ലേ പെയിൻ്റ് ആവത്തോള്. യാത്ര പോയിക്കാണ്. ആഷിഖേ പോട്ടെ ആഷിഖേ, ക്ലാസ് വെക്കണ്ടേ? കേട്ടിക്കോ. അപ്പോൾ നമ്മൾ വേണ്ട നമ്മുടെ അൽനൈഫ് വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അൽനൈഫ് വർക്ക്ഷോപ്പിൽ നമ്മൾ ഡാഷ് ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡാഷൊക്കെ പെയിൻ്റ് അടിച്ച് കൊണ്ടുവന്നേക്കാൻ നിങ്ങൾ കണ്ടില്ല. അപ്പോൾ നമ്മൾ ഡാഷ് ഡയറക്റ്റിനകത്ത് വെച്ച് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന നമ്മുടെ രാജേന്ദ്രൻ ഭായാണ് ഇവിടുത്തെ. അപ്പോൾ ഇവിടുത്തെ സീനിയർ മെക്കാനിക്കാണ് നമ്മുടെ രാജേന്ദ്രൻ ഭായ്. അപ്പോൾ രാജേന്ദ്രൻ ഭായാണ് ഇന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പടപടാന്ന് പറഞ്ഞ് പണികളൊക്കെ ഇപ്പോൾ സെറ്റാക്കി നമ്മുടെ വണ്ടിയുടെ ആ ലുക്ക് കുറച്ചും കൂടെ ഒന്ന് അടിപൊളിയാക്കി തരും നമുക്കിപ്പോൾ തന്നെ.
അങ്ങനെ നമ്മുടെ എന്തുവാ ഡാഷ് ബോർഡൊക്കെ ഫിറ്റ് ചെയ്ത് അടിപൊളിയാക്കി തന്നിട്ടുണ്ട് ബായ്. അപ്പോൾ ഇതിനകത്തിന് ചെറിയ ഒരു മ്യൂസിക് സിസ്റ്റം ഒക്കെ വെക്കണം. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളെ അലോയ്സ് മാറ്റേണ്ടതാണ്. ടയറൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈം ലാപ്സൊക്കെ നിങ്ങൾ കണ്ടല്ലേ. അപ്പം ടയറെല്ലാം നമ്മൾ ടയർ കയറൂടെ എല്ലാം അടിപൊളി. ആഹാ സുഖമായിട്ട് കയറും. ഈ വണ്ടി കൊണ്ടുള്ള പ്രയോജനം ഇതാ. ബൂട്ടെന്ന് വെച്ചൊരു ഡിസൈറിൻ്റെ പഴയ ഡിസൈറിൻ്റെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ടയർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം. നമ്മൾ സബീലിൻ്റെ ടയർ മാറ്റാൻ വേണ്ടി പോയ ഒരു കടയില്ലേ, അവിടെ കൊണ്ടുപോകാം. നമ്മുടെ സബീനിക്കട വലങ്കയുടെ കടയാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് കടയിൽ ചെന്ന് കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ ടയർ മാറാൻ വേണ്ടി പോകും. അപ്പോൾ നമ്മുടെ പ്രിയ സബ്സ്ക്രൈബർ അഖിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അഖിലിനെ കുറച്ച് പേർക്ക് പരിചയം കാണും. കാര്യം വേറൊന്നുമല്ല, ഞാനാണെങ്കിൽ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സോളാറിൻ്റെ ഒരു ഡൗട്ടുണ്ട്. ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, നമ്മൾ ഒരാൾ കമൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പം ഇദ്ദേഹമാണ് ആള്. നല്ല വ്യക്തമായി കണ്ടോ, ഇതാണ് ആള്. ഇപ്പോൾ സംഭവം നമ്മുടെ തേടി ഇവിടെ എത്തിയിരിക്കുക. വേറെ ഒന്നുമല്ല, സോളാറിൻ്റെ ഒരു അഡാപ്റ്റർ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു സ്നേഹം കൊണ്ട് ഓടിയും വന്ന് സെറ്റ് ചെയ്ത് തരാമെന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും വണ്ടിയുടെ ടയറിൻ്റെ സംഭവം മാറ്റാൻ വേണ്ടി പോകണ്ടേ, നമുക്ക് അലോയിലോട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഞാൻ ധൃതി പിടിച്ച് പോകണം. അപ്പോൾ മുറവായിട്ട് പോയി നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് തിരിച്ചു തരാം. നമുക്ക് സമയങ്ങളായില്ല, പെട്ടെന്നൊരു ഓട്ടത്തിന് പോയി തിരിച്ച് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അലോയ് മാറ്റാനായിട്ട് നമ്മുടെ സബീലിൻ്റെ ടയർ മാറ്റിയ സെയിം കടയിൽ തന്നെ നിൽക്കുക, സബീലിക്കട ഫ്രണ്ടിൻ്റെ കടയിൽ. അപ്പം നമുക്കിനി അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. പടവടാന്ന് പറഞ്ഞ് അലോയ് മാറ്റി സാധനം കയറ്റി നേരെ വർക്ക്ഷോപ്പിൽ ചെന്ന് മാറ്റാം. ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇരുട്ടിയാലും കുഴപ്പമില്ല, നമുക്ക് എന്താ അലോയൊക്കെ ഇട്ടിട്ട് ഒരു വെട്ടത്തിൽ എന്തെങ്കിലും ഇട്ടെന്തെങ്കിലും കാണിച്ചു തരാം ഞാൻ കാര്യങ്ങളൊക്കെ. അല്ലേ, നീ എടുത്തോളാം. എടുക്കണ്ട. പാവം പയ്യൻ വന്ന് നമുക്ക് സഹായിക്കുമോ? അങ്ങനെ നമ്മുടെ വർക്കൊക്കെ ഇവിടെ തീർന്നിട്ടുണ്ട്. വണ്ടിക്കകത്തോണ്ട് വെച്ച് ഇരുട്ടി തുടങ്ങി. ഇരുട്ടി തുടങ്ങി. അടയ്ക്കണം ബ്രോ, കാണിച്ചു കൊടുക്കട്ടെ. അപ്പം എല്ലാം ഇതിനകത്ത് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കൊണ്ടുപോയി സെറ്റ് ചെയ്യാം. ഓക്കെ, ടാറ്റ. ഏകദേശം നമ്മുടെ വർക്ക്ഷോപ്പിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവിടെ വെട്ടം കുറവാണ്, അതുകൊണ്ട് ഇച്ചിരി ക്ലാരിറ്റി കുഴപ്പവും കാണും. പ്രശ്നമൊന്നും ആക്കണ്ട. അങ്ങോട്ട് തരാം, അങ്ങോട്ടോ. ഓക്കെ. വരട്ടെ. ഒതുക്കിയാടാ സബിനക്ക ഫ്രീ ആയാ മക്കള് ഫ്രീ ആയെന്ന് വെച്ചാൽ ഇതുവരെയും ഫ്രീ ആയിട്ടില്ല. അയ്യോ, ഇപ്പോഴും ഫ്രീ ആയില്ലേ നിങ്ങള്? ഫ്രീ ആയിട്ടില്ല. ഇൻ ആക്ഷൻ. ഇന്നത്തെ ദിവസം സബിനക്ക കിട്ടിയ പോലും ഇല്ല. സബിനക്കാന്ന് വിളിക്കുന്നതല്ലാതെ ഇങ്ങനെ കാണാൻ പോലും കിട്ടിയില്ല. സബിനക്കാടെ ലീലാവിലാസങ്ങൾ വർഷാപ്പില്ല. അവന്മാരെ പോട്ട്. അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് നമുക്ക് ഇട്ട് നമുക്ക് അതങ്ങ് വൃത്തിയാക്കാം വണ്ടി. ഇപ്പോൾ വില കിട്ടപ്പം എങ്ങനെ ഉണ്ട് വണ്ടി? ഒരു രസമൊക്കെ ഉണ്ടല്ലേ കാണാൻ? കഴിച്ചപ്പോൾ നമ്മുടെ പെപ്പയുടെ വീലെല്ലാം മാറ്റി അലോയ് ആക്കിയിട്ടുണ്ട്. ഓക്കെ,
ഒരു അത്യാവശ്യം നല്ല ഭംഗിയായി. സബിനൊക്കെ എങ്ങനെയുണ്ട് കലയാക്കിയിട്ട്? ഇത് ഈ അലോയ് കാണുമ്പോൾ എനിക്ക് ലിജോയ് സാറിന്റെ ലിജോയ് സാറെന്ന് വിളിക്കുന്നത് ഇക്കാന്ന് വിളിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചേട്ടാന്ന് ഇക്കാന്ന് വിളിക്കുന്നത് ആദ്യമായിട്ട് നമ്മളെ ഇക്കാന്ന് വിളിക്കുന്നത്. എല്ലാവരും പുള്ളിക്കാരനെ അണ്ണാ ചേട്ടാ സാറേ എന്നൊക്കെ വിളിക്കുന്നത്. പുള്ളി സാറേ വിളിക്കുന്നത്. സത്യമായ സബിനൊക്കെയാണ് സംഭവം സെറ്റാക്കി തന്നത്. പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് മിലന് ഞാൻ 4 അലോയിൽ ഇരിപ്പുണ്ട്, അത്ര വലിയ പുതിയൊന്നും അല്ല, എന്നാലും ഉപയോഗപ്പെടും, കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്താ, നമ്മൾ സന്തോഷത്തോടെ പോയി സാധനം എടുത്തോണ്ട് വന്ന് പുള്ളിക്കാരൻ അടിപൊളിയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അതാണ്. 4 മുറിക്കാം. അപ്പോൾ നമുക്ക് ഇത് സ്പോൺസർ ചെയ്ത ആളുടെ പേര് ലിജോ ആണ്. അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ സബിനൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ സബിനൊക്കെ ഒരു ദിവസം വൈകുന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞടാ ഒരു 4 അലോ എടുക്കാൻ പോകണമെന്ന്. ഞാൻ അല്ലോ വണ്ടിക്ക് അല്ലോ വേണമാക്കാ. ഇല്ലടാ, നമുക്ക് ഒരാളുടെ സ്പോൺസർ, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ചേട്ടനാണ്. സബിനേക്കാൾ കട്ട ഒരു ഫാനും കൂടെയാണ്. അപ്പോൾ ലിജോ ചേട്ടാ ഒരുപാട് നന്ദിയുണ്ട്. ലിജോ ചേട്ടാ അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനൊരു സമ്മാനം എനിക്ക് തന്നതിൽ. ഇവിടെ അലോയ് ജസ്റ്റ് ഒന്ന് കാണാം, അടുത്തുനിന്ന് കാണാം എങ്ങനെ ഉണ്ടെന്നൊക്കെ. ഇരുട്ടാണ്, എന്നാലും കുഴപ്പമില്ല. ബാക്കിലത്തെ അലോയ്. അപ്പോൾ എന്തായാലും സംഭവങ്ങളൊക്കെ ഉഷാറായിട്ടുണ്ടല്ലേ. നമ്മുടെ പെപ്പയ്ക്ക് അലോയൊക്കെ കയറി, ഡാഷ്ബോർഡ് കയറി. അപ്പോൾ ഡാഷ്ബോർഡ് കയറിയത് കുറച്ച് നല്ല വ്യക്തമായി ഇന്നതിപ്പം കാണാൻ പറ്റത്തില്ല. ഡാഷ്ബോർഡൊക്കെ പെയിൻ്റടിച്ച് കയറ്റിയപ്പോഴത്തേക്ക് അത് സൂപ്പറായി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാനായിട്ടുള്ള സമയമായി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ ചെറിയ ബെല്ലൈക്കണും കൂടെ അമർത്തിയേക്കണേ. സോ ഗൈസ്, ഇറ്റ്സ് മീ മിലാനി സൈനിങ് വിത്ത് അവർ ഫ്രണ്ട്സ്. ടിൻഡിൻ്റെ അടിക്കണേ. അപ്പം എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.